കേരളത്തിലെ കസ്റ്റഡി മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പൊന്നാനിയിൽ നടത്തിയ ജനകീയ പ്രതിഷേധ പരിപാടി നാടകീയ രംഗങ്ങൾക്ക് വേദിയായി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ പരിപാടിയാണ് നാടകീയ രംഗങ്ങൾക്ക് വേദിയായത്. MES കോളേജ് പരിസരത്ത് നിന്ന് പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ സ്റ്റേഷൻ പരിസരത്ത് ദേശീയപാതയിൽ പോലീസ് തടഞ്ഞതാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചത്. റോഡ് ഉപരോധത്തിന്റെ പേരിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കാനുള്ള ശ്രമമാണിതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. കൂടാതെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്ന പോലീസുകാരനെതിരെ KPCC അംഗം K ശിവരാമന്റെ ശകാരവും. പ്രതിഷേധത്തെ തുടർന്ന് ഗതാഗതക്കുരുക്കിൽപ്പെട്ട ലോഡിംഗ് തൊഴിലാളികൾ കോൺഗ്രസ് പ്രവർത്തകരുമായി വാക്കുതർക്കത്തിലായതും നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു. മുൻ MP C ഹരിദാസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നും സേനയിൽ അക്രമ സ്വഭാവമുള്ളവരെ സംരക്ഷിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. NP നബീൽ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ K ശിവരാമൻ മുഖ്യ പ്രഭാഷണം നടത്തി. A പവിത്രകുമാർ, P സദാനന്ദൻ, പുന്നക്കൽ സുരേഷ്, M അബ്ദുൽ ലത്തീഫ്, M രാമനാഥൻ, പ്രദീപ് കാട്ടിലായിൽ, C ജാഫർ എന്നിവർ സംസാരിച്ചു. M അമ്മുക്കുട്ടി, M ഷംസുദ്ദീൻ, PT ജലീൽ, MK റഫീഖ്, S മുസ്തഫ, സക്കീർ, KP സോമൻ, NP സുരേന്ദ്രൻ, KV സുജീർ, റാഷിദ് പുതുപൊന്നാനി എന്നിവർ നേതൃത്വം നൽകി. പക്ഷെ പ്രിയപ്പെട്ട പവിത്രനും ലക്ഷ്യവും പറഞ്ഞ ചന്ദ്രേട്ടൻ ഇവിടെയാണ്. ഇന്ന് കുന്നംകുളത്താ വിക്കി എന്നവർക്കെതിരായിട്ട് കുന്നംകുളത്ത് ഞാൻ ഇവരെ വീട്ടിൽ പോയി, കുൽജിത്തിന്റെ വീട്ടിൽ പോയി. ആ കുട്ടിയുടെ കല്യാണമാണ് 15-ാം തീയതി. ആ കല്യാണക്കുറിയാണിത്. കോൺഗ്രസ് പ്രവർത്തകർ കാണണം. ഒരു പാവപ്പെട്ട കുടുംബം, പോലീസ് സ്റ്റേഷൻ മാർച്ച, അല്ലാണ്ട് റോഡ് മാർച്ചല്ല, റോഡ് തടയലല്ല, പോലീസുകാർക്ക് എതിരായിട്ടുള്ള. അങ്ങനെ ഞാൻ പോയി ആ വീട്ടില്, ഒരു പാവപ്പെട്ട വീട്, ആ കുട്ടിയെ പോലീസുകാർ തല്ലിയ ആദ്യത്തെ സ്ഥലം ഞാൻ കണ്ടു. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് തിരിയുന്ന സ്ഥലമാണ്. അവിടെ നമ്മുടെ നാഷണൽ പതാകയുണ്ട്. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ ദൂരത്ത് നാഷണൽ പതാകയുണ്ട്. ഒരു സമ്പന്നന്റെ കുടുംബമല്ല. അമ്മ അടിച്ചവരാണ്. ആ സ്ത്രീ അന്യ വീടുകളിൽ ജോലി ചെയ്തിട്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നത്. 2 ആൺകുട്ടികളാണ്. അവന്റെ കല്യാണം 15-ാം തീയതിയാണ്. മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരും വീട്ടിൽ പോകണം, അവനെ സഹായിക്കണം. അവന്റെ ഭാര്യയെ ഞാൻ കണ്ടു. ഞാനും ഭാര്യയും. ഒരു പാവപ്പെട്ട കുടുംബം. ആ കുട്ടി പൂജാരിയാണ്. ആരുടെ പൂജാരി? ശ്രീനാരായണ ഗുരുസ്വാമിയുടെ പൂജാരിയാണ്. ശ്രീനാരായണ ഗുരുസ്വാമിയുടെ അമ്പലത്തിലാണ് ആ കുട്ടി പൂജ ചെയ്യുന്നത്. ഊണൂലുണ്ട്, ഒരു കടുക്കനുണ്ട്, ഒട്ടുണ്ട്, എളുപ്പം പയ്യൻ. അവൻ സ്വന്തമായി അധ്വാനിക്കുന്നു. ആ പഞ്ചായത്തിൽ ഓടി നടക്കുന്നു. അവിടുത്തെ പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസിന്റെ. എല്ലാവർക്കും ഇഷ്ടമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്താണ്. അങ്ങനത്തെ ആ കുട്ടിയെ അടിച്ച് ശരിയാക്കി. എന്തിനു ചെയ്തൂര്? കള്ളു കുടിച്ച വയറ്റി കിടക്കണം. പോർച്ചാല വാളു കുടിച്ച വയറ്റി കിടക്കണം. കള്ളു കുടിക്കുക. കള്ളു കുടിച്ചോളം നിങ്ങളുടെ പീരീഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കള്ളുകൂടി ഉണ്ടായിരുന്നു. എന്റെ ക്ലാസ്മേറ്റ്
പിന്നെ മോശമായ ഗവൺമെന്റിന് സസ്പെൻഡ് ചെയ്ത് പിന്നെ പുറത്താക്കി. എന്റെ പേര് അല്ലപ്പൻ. നിരവധി വാഹനങ്ങളാണ് ഈ റൂട്ടിൽ തടഞ്ഞിട്ടിരിക്കുന്നത്. ഈ നാട്ടിലെ ഞങ്ങളുടെ മാർച്ച് പ്രതിഷേധം കണ്ട ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. ഈ ധാർമ്മികമായിട്ടുള്ള ധർമ്മ സമരത്തിന് തുടക്കത്തിൽ തന്നെ കത്തിവെച്ചതും തുടക്കത്തിൽ തന്നെ ഇതിനകത്ത് പ്രശ്നം സൃഷ്ടിച്ചതും പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ നയാ പൈസയ്ക്ക് വിവരമില്ലാത്ത പോലീസുകാരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഞങ്ങൾ ഈ നാഷണൽ ഹൈവേ ഉപരോധിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഈ റോഡ് മാർഗം എന്ന് പറയുന്നത് തടസ്സപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിന് വിപരീതമായി പ്രവർത്തിച്ചത് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങളെ ഇവിടെ കുത്തിയിരുത്തിച്ചത് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇനി ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള കേസെടുത്തു കഴിഞ്ഞാൽ അതിന് മാർഗതടസ്സം സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഒരു വകുപ്പ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് സുജിത്ത് എന്ന് പറയുന്ന പോലീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇല്ല എന്ന് കേരളത്തിൽ എഴുതിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റൊരു വശം പൊന്നാനിയിൽ കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താ സംഭവം? 2023 ഈ നാട്ടിലെ ആളുകൾക്ക് കേൾക്കണം. മുസ്ലിം ലീഗുകാരുണ്ടോ, ഇടതുപക്ഷക്കാരുണ്ടോ, നിങ്ങൾ കേൾക്കണം. 2023 ഇവിടെ ചെങ്ങായി ഇവിടെ ചാനലിൽ അത്യാവശ്യത്തിന് കിട്ടുന്നുണ്ട്. എന്നെ കൊടുന്നേ ചുവപ്പ് ഷർട്ടിട്ടുണ്ടല്ലോ. നീ കുറെ നേരമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നീ എന്ന പോലീസ് സ്റ്റേഷനിലെ ഫോട്ടോഗ്രാഫറാണ്. എടോ ഈ ചാനലുകാരോട് കഴിഞ്ഞാൽ അനക്ക് ചോദിച്ച ഇഷ്ടംപോലെ കിട്ടണോ? കുറെ നേരമായി ചെങ്ങായി അന്നെ കുന്തെടുത്തിട്ട് 2023 നമ്മുടെ നാട്ടുപ്രദേശത്ത് അനാവശ്യമായിട്ട് പോലീസ് 2-3 ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അന്യായമായിട്ട് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോൾ ആ ചെറുപ്പക്കാരെ അന്യായമായി കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനോട് ന്യായമായ കാര്യങ്ങൾ ചോദിച്ച ഒരു ചെറുപ്പക്കാരനെ മദ്യം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. ആ പോലീസുകാരനെ മൃഗീയമായി, അത് ഞങ്ങൾ പറയണ്ടല്ലോ, അധികാരത്തിന്റെ തണലിൽ അധികാരമില്ലായ്മ കൊണ്ട് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പറയുകയല്ലോ. ഈ നാട്ടിൽ ആ സംഭവത്തിന് ഇത്രമാത്രം ജനകീയമായിട്ടുള്ള ഒരു പിന്തുണ ലഭിച്ച ഒരു സംഭവം കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ടോ? CPM ബെൻകോ കോക്കനട്ട് ഓയിൽ. തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത്. അതിനാൽ 100% പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു. ബെൻകോ ഓർഗാനിക് ഗ്രേഡ് 1 കോക്കനട്ട് ഓയിൽ.